ഇത് നമ്മുടെ റഫീഖ്, വി ഡി സതീശന, തൊട്ടടുത്ത് രാഹുൽ മാങ്കൂട്ടം എല്ലാവരും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഞാൻ പറയാൻ തന്നെ അറിയാലോ, സോഷ്യൽ മീഡിയ മുതൽ ഇന്നലെ മുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ മമ്മൂട്ടി റഫീഖ് സംബന്ധമായിട്ടുള്ള വിഷയം കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ തൊട്ട് മുമ്പ് അങ്ങോട്ട് ചെയ്തേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കിടന്നുറങ്ങുകയൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങൾ ആരുടെ പക്ഷത്താണ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ റഫീഖിന്റെ പക്ഷത്താണോ മമ്മൂട്ടിയുടെ പക്ഷത്താണോ? ജനങ്ങളുടെ അഭിപ്രായം ഒന്ന് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, റഫീഖിന്റെ പക്ഷത്തായിട്ടുള്ളവരൊന്ന് കമന്റ് ഇടുക, മമ്മൂട്ടിയുടെ പക്ഷത്തായിട്ടുള്ളവരൊന്ന് ലൈക്ക് ഇടുക. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കാണാം. ഓക്കെ, അതുപോലെ തന്നെ വി ഡി സതീശന്റെ, അതായത് ഈ പ്രളയം വന്ന ഈ ചൂരന്മലയില ഉരുൾപൊട്ടിയ സമയത്ത് വി ഡി സതീശൻ വന്നിട്ട് ഡിവൈഎഫ്ഐക്കാരെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐക്കാരെ പോയി കാണും. ആ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു, അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു മനുഷ്യനാണ്. ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷനില മമ്മൂട്ടി അത് പറഞ്ഞത്, മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം, എന്തോ. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോഴത്തെ ജനങ്ങളുടെ കാര്യം അറിയാലോ, ഈ പാർട്ടിക്ക് ഭയങ്കര എതിർപ്പാണ്. ഇപ്പം പാർട്ടിക്കാർ പറഞ്ഞിട്ട് വന്നതാണെന്നുള്ള രീതിയിലായി പോകും എന്ന് കരുതിയിട്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ സംസാരിച്ചത്. പക്ഷെ അത് വൈറലാവുമെന്ന് പുള്ളി അറിഞ്ഞില്ല. അതാണ് മമ്മൂട്ടി പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് ഇന്നത്തെ ന്യൂസ് ഈ പറയുന്ന റഫീഖിനെ മമ്മൂട്ടി വിളിച്ചു സംസാരിച്ചു. പിന്നെ അത് മാത്രമല്ല, മന്ത്രിപുത്രനുണ്ടല്ലോ മരുമോൻ കുറച്ച് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ മീഡിയക്കാരുടെ മുമ്പിൽ വെച്ച് ഞെളിഞ്ഞ് നിൽക്കാനും ആൾ കളിക്കാനും ഇങ്ങനെ മാറ്റി നിർത്താനും ഒക്കെ ഉള്ള പരിപാടികളൊക്കെ കാണിക്കും. അത് ഭയങ്കര ബോർ പരിപാടിയാണ്. രാഷ്ട്രീയം മാത്രം നോക്കി നടക്കുന്ന ആൾക്കാരുടെ ഒരു രീതിയാണ്. അത് ചിലവർക്കായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കും പലയിടത്തും തോന്നിയിട്ടുണ്ട്, പലയിടത്താണെങ്കിലും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള ടീംസിനെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അതിപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ളവരാണെങ്കിലും, ഇപ്പോൾ UDF ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആണ്, ആരായാലും ശരി, ഇങ്ങനെ കാണിക്കുന്ന ഈ ആൾക്കൂട്ടത്തിൽ ഈ ആൾ കാണിക്കാനും മെയിനായിട്ട് ഈ ഫോട്ടോയുടെ മുമ്പിൽ നിൽക്കാനൊക്കെ എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. കാരണം രാഷ്ട്രീയ തന്ത്രം അങ്ങനെയൊക്കെയല്ലേ കയറി പോകേണ്ടത്. ഓക്കെ, എന്തായാലും ഞാൻ ആ ഒരു ന്യൂസിലോട്ടൊക്കെ ഒന്ന് പോവാം, സതീശന്റെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട്. വീട്ടിന്റെ കാറിൽ ചാടി പുറത്തിറങ്ങി ജനലൊക്കെ ഇനിയും പോസിബിലിറ്റി ഉണ്ടെന്ന് പറയും. എവിടെ താമസിക്കുന്ന നല്ലൊരു മനുഷ്യൻ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ മമ്മൂട്ടിക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞതായിരിക്കാം. എന്തോ ഇപ്പം അദ്ദേഹത്തിന് ഒരു എനിക്ക് തോന്നുന്നു അറിയാത്തവർ കൂടി പറഞ്ഞിട്ടുണ്ട് ആ ഒരു കേസായിട്ട് കാരണമായിട്ട്. മമ്മൂട്ടിക്ക് ഒരുപാട് ട്രോളും കാര്യങ്ങളും വരുവൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ എടുത്ത് അലക്കുന്ന കാണുന്നുണ്ട്. ഈ ഒരു കേസ് കേട്ടില്ല. മമ്മൂട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മീഡിയക്കാരൊക്കെ നിൽക്കുമ്പോൾ അത് അറിയാലോ, മൈക്കൊക്കെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സംസാരിക്കുമ്പോൾ അത് എന്തായാലും വൈറലാവും. പുള്ളി ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പാർട്ടിക്കാർ പറഞ്ഞിട്ടല്ല, ആ ഒരു രീതിയിലാണ്. കാരണം പാർട്ടിക്കാർ കൊണ്ടുവന്നതെന്ന് അറിയാലോ, മോഹൻലാലിൻ്റെ വിഷയങ്ങളൊക്കെ ഇപ്പോൾ കണ്ടല്ലോ കിടന്ന് സോഷ്യൽ മീഡിയ കിടന്ന് ഇതാവുന്നത്. പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ചില സംസാരത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് ഈ പാർട്ടി ഈ ഒരു 5 വർഷത്തെ ഭരണം അങ്ങോട്ട് പുള്ളിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ന്യൂസിലോട്ടൊന്ന് പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്ബും കൂടെ ചെയ്തു. ഇനി വലിയ വിവാദമായ ഒരു വാർത്തയുടെ ഒരു ഫോളോ അപ്പ് ആണ്. CPIM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖിനെ മമ്മൂട്ടി ഫോണിൽ വിളിച്ച് സംസാരിച്ചു. വലിയ വിവാദമാണ്. അങ്ങനെ ചെയ്യാമോ, എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെ വലിയ വിവാദമായി നിൽക്കുകയാണല്ലോ. ഇന്നലെ ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ മമ്മൂട്ടി റഫീഖിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. കമൽ വിവരങ്ങളുമായി. കമൽ, ഇത് 2 വിഭാഗമായി തിരിഞ്ഞൊരു പോരിന്റെ വക്കിലാണ്. ഇന്നലെ വരെ മമ്മൂട്ടിയെ വളരെ സ്നേഹത്തോടെ പറഞ്ഞിരുന്നവർ പോലും വിമർശിക്കുന്നു, തിരിച്ച് മമ്മൂട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നു. അതിനിടയിലാണ് ഈ ഫോൺ കോൾ. എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ?
ശ്രീജ, സൈബർ ലോകത്ത് വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അതിനിടയിലാണ് ഈ വിവരം പുറത്തു വരുന്നത്. മമ്മൂട്ടി കെ റഫീഖിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ റഫീഖിനെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, സ്വകാര്യമായി പറഞ്ഞ ഒരു കാര്യമാണ്. അത് ഈ രൂപത്തിൽ വിവാദമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നുള്ള കാര്യമാണ് റഫീഖിനെ വിളിച്ച് സംസാരിച്ചത്. എന്തായാലും ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായില്ല. രാവിലെ മുതൽ എല്ലാവരും അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഫോൺ വന്നതിന് ശേഷം ഇനി അദ്ദേഹം പ്രതികരിക്കുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. എന്തായാലും ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. മമ്മൂട്ടി ആദ്യം മുതൽ തന്നെ മാധ്യമങ്ങളെ അറിയിക്കരുത്, വളരെ സ്വകാര്യമായി ടൗൺഷിപ്പിൽ എത്തണമെന്നാണ് സന്ദർശിക്കണമെന്നാണ് ആഗ്രഹിച്ചതെന്ന് പറയുന്നു. അതിന് തൊട്ടു മുമ്പാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ടൗൺഷിപ്പിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ കെ റഫീഖ് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി എത്തിയത് മുതൽ മമ്മൂട്ടിയോടൊപ്പം റഫീഖ് ഉണ്ട്. അതുപോലെ ആളുകളെ നിയന്ത്രിക്കാനും മമ്മൂട്ടിക്ക് വഴിയൊരുക്കാനും ഒക്കെ റഫീഖ് മുന്നിലുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് മമ്മൂട്ടി റഫീഖിനോട് നിങ്ങൾ എന്തിനാണ് എന്റെ കൂടെ തന്നെ വരുന്നത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്ന് കരുതും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. ആ ഓഡിയോ ചില ക്യാമറകളിൽ കിട്ടുകയും അത് ഓക്കെ, മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ശരിയാണെന്ന് തോന്നാം. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇവിടുത്തെ ഭരണത്തെ നല്ല രീതിയിൽ എതിർക്കുന്നുണ്ട്. അതിപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പം പുള്ളിയുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് വന്നത്. ഈ ആ ഫ്ലൈറ്റിൽ നിന്ന് മമ്മൂട്ടി പിന്നെ എവിടെയായിരുന്നു ആ സ്ഥലം, ഞാനങ്ങ് മറന്നുപോയി. ഓക്കെ, എന്നിട്ട് ആ ഒരു കൊച്ചി ടു ട്രിവാൻഡ്രം അവിടെ നിന്നങ്ങാണ്ട് കറക്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പം അന്ന് വെളുപ്പിനെ തന്നെ പുള്ളിക്കാരൻ എന്തെടുത്ത് ആ ഒരു വീട്ടിൽ പോയി അവരെ കണ്ട്, അത് പിന്നെ മീഡിയയിലുണ്ടായിരുന്നു, ന്യൂസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെ പോയി കണ്ട് സംസാരിച്ച് അവർക്കൊരു സഹായവും ചെയ്ത്, അത്രയ്ക്കൊരു മനുഷ്യനാണ് ഇയാൾ. ആ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഇത് ഇന്നലത്തെ അറിയാലോ, മോഹൻലാലിൻ്റെ ആ വീഡിയോസും അത്യാവശ്യം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇന്നലെ വന്നിട്ട് ഈ ഒരു സംസാരമൊക്കെ സംസാരിച്ച് പോയെന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതും. അതും കട്ട കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മമ്മൂട്ടി ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ജനങ്ങൾ ശരിക്കും ഈ പാർട്ടിയെ വെറുത്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പുള്ളി അവിടെ നിന്നില്ലെന്ന് താങ്ങി നിന്നൊക്കെ നോക്കിയതാണ് സത്യത്തിൽ. ഓക്കെ, എന്തെങ്കിലും ആട്ട്, നമുക്ക് ബാക്കി പറയാം. പിന്നീട് പുറത്തു വരികയുമായിരുന്നു. അതിനെ തുടർന്നാണ് ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്നൊക്കെ മമ്മൂട്ടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നത്. അതുപോലെ മമ്മൂട്ടിയെ അനുകൂലിച്ചും കുറെ പേർ സൈബർ ലോകത്ത് അണിനിരന്നു. അത്തരത്തിൽ വലിയൊരു ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഓക്കെ ഇത് മാറ്റാം നമുക്ക് മന്ത്രിപുത്രം പറയുന്നതെന്ന് കേൾക്കാം. അതിൻ്റെ ഒരു സ്വതന്ത്രമായി അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ലക്ഷ്യത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായി ഏതൊരു മലയാളിക്കുള്ള സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്. ഞാൻ എവിടെയെങ്കിലും പോയി ഇടിച്ചു കയറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല CPIM ജില്ലാ സെക്രട്ടറിമാർ. നമുക്കറിയാം, ഇത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ 24/7 ഇതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങളിലൊക്കെ. അങ്ങനെ പറയല്ലേ, ഇടിച്ചു കയറി ചെല്ലത്തില്ലെന്നൊക്കെ എന്റെ പൊന്നു മക്കളെ. ഇവിടെ മീഡിയയുടെ പ്രസൻസ് കിട്ടാൻ വേണ്ടി ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ നമുക്ക് നല്ല രീതി അറിയാം. ഇതാരാ പറയുന്നത്? ഇവരെ കേന്ദ്രം ഇപ്പോൾ ഒരു റോഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഹൈവേയുടെ, അത് പുള്ളിക്കാരൻ ചെയ്തു കൊടുക്കുന്ന രീതി സംസാരിച്ച വ്യക്തിയാണ്. ഈ പറയുന്ന ഡ്രോണിന് അതിനും ഇതിനൊക്കെ ലക്ഷങ്ങൾ എഴുതി മേടിക്കുന്നവനാണ് ഇപ്പൊ വന്നിട്ട് ഈ സംസാരിക്കുന്നത്. അത് സ്വയം നന്നാവളിയാ. പങ്കെടുത്ത ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ് അദ്ദേഹം. ആ നിലയിൽ അദ്ദേഹം അവിടെ ഉണ്ടായി. തിരിച്ച് ബഹുമാനപ്പെട്ട മമ്മൂട്ടിയും ഇത്തരം പ്രവർത്തനം നടത്തുന്നവരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അംഗീകരിക്കുന്നതാണ്. ഇതിപ്പോ CPIM മാത്രമല്ല, എല്ലാവരും ചേർന്നിട്ടാണ് സർക്കാരിനോടൊപ്പം നിന്ന് ഇടപെട്ടത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അതിനെയൊക്കെ മോശമായി കാണുന്ന ഒരു വ്യക്തിയല്ല മമ്മൂട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന CPIM ജില്ലാ സെക്രട്ടറി അന്ന് യുവജന സംഘടനാ നേതാവായി നടത്തിയ പ്രവർത്തനത്തെയും മികവുറ്റതായി കാണുന്ന വ്യക്തിയാണ്. മറ്റു കാര്യങ്ങൾ പിന്നെ എന്താണെന്നുള്ളത് നമുക്കറിയാം, ആ സമയത്തുള്ള കാര്യങ്ങളാണല്ലോ. അത് പിന്നെ ഓക്കെ, അതായത് നമുക്ക് വേറൊരു ന്യൂസും കൂടെ ഒന്ന് വെക്കാം. മമ്മൂട്ടിക്ക് തിരക്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കരുതെന്ന് കരുതി ഇടപെട്ടതാണ്. തന്റെ ഇടപെടലുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നാണ് വേറൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ റഫീഖ് എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇനി സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ നിർത്തണം എന്നുള്ള രീതിയിലാണ് പുള്ളി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് വായിക്കാം, അതൊന്ന് വെക്കാം. മമ്മൂട്ടി പറയുന്നത് വാദപ്രതിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്.
ഹാൻഡിലുകൾ എത്തിയിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയാണ് ജില്ലാ സെക്രട്ടറി ഫോണിൽ വിളിച്ച് മമ്മൂട്ടി സംസാരിക്കുന്നത്. അതിപ്പോൾ ജില്ലാ സെക്രട്ടറിയായ റഫീഖ് ഇപ്പോൾ അത് ഉറപ്പിക്കുന്നുണ്ട്. അതായത് ഫേസ്ബുക്കിൽ ഇത്തരത്തിലാണ് അദ്ദേഹം പറയുന്നത്, വിവാദങ്ങൾ ഉടൻ തന്നെ അവസാനിപ്പിക്കണം, മമ്മൂട്ടി ടൗൺഷിപ്പിലെത്തിയത് പോസിറ്റീവായി മാത്രം ചർച്ച ചെയ്യപ്പെടണമെന്നാണ് ഫേസ്ബുക്കിൽ റഫീഖ് എഴുതുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടി മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഉടൻ തന്നെ ഈ വാദപ്രതിവാദങ്ങളൊക്കെ അവസാനിപ്പിക്കണം, ഈ തിരക്കും അതുപോലെ തന്നെ ബഹളവും മമ്മൂട്ടിക്ക് അലോസരം ഉണ്ടാകരുത് എന്ന് കരുതിയാണ് അദ്ദേഹം കൂടെ നിന്നതും അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തത്. ടൗൺഷിപ്പിൽ ഇന്നലെ മമ്മൂട്ടി എത്തിയപ്പോൾ ഈ റഫീഖ് കൂടെ തന്നെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് മമ്മൂട്ടിക്ക് ചെറിയ രീതിയിൽ ഇത്തരത്തിലൊരു പറയാൻ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ കാരണമായത്. അത്തരം ഇടപെടലുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ടെന്ന് കരുതിയാണ് മമ്മൂട്ടി ഇങ്ങനെ ഇടപെട്ടത് എന്നാണ് റഫീഖ് വ്യക്തമായും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ ടൗൺഷിപ്പിൽ ഈ വരുന്ന, അതായത് നിരവധി ആളുകൾ ടൗൺഷിപ്പ് കാണാനായി മറ്റും വരാറുണ്ട്. അങ്ങനെ ഇരിക്കാണ് മമ്മൂട്ടി ഇന്നലെ ഈ ടൗൺഷിപ്പ് കാണുന്നതിനായി വന്നത്. ഓക്കെ, എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ പ്രശ്നം അവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇനി ഇതേ പിടിച്ചിട്ട് ആര് തൂങ്ങി നടക്കാതിരുന്നാൽ മാത്രമല്ലേ. പിന്നെ ഇതുപോലൊരു ടൗൺഷിപ്പ് കാണാൻ വേണ്ടി മമ്മൂട്ടി പോലുള്ള ഒരാൾ വരികയൊക്കെ ചെയ്ത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. അത് ചില പാർട്ടിക്കാർ മുതലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അത് മമ്മൂട്ടി എന്നല്ല, പല നടന്മാർ വരുന്നതാണെങ്കിൽ പോലും. പിന്നെ പുള്ളി ഇച്ചിരി മെയിനായിട്ട് അവിടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് വരിവഴിക്ക് കൊടുത്തതാണ്. സ്വാഭാവികമായിട്ടും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യിപ്പിച്ചതാണെന്നുള്ള രീതി വരുമെന്ന് മമ്മൂട്ടിക്ക് അറിയാം. പിന്നെ അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലോട്ട് ചിലപ്പോൾ പാർട്ടിക്കാർ കൊണ്ടുവന്നതാണെന്നുള്ളൊരു സംസാരം പോവുകയും ചെയ്തത്. അതുകൊണ്ടാണ് പുള്ളിയും ചെയ്തത്. രണ്ടുപേരുടെ വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റായിട്ട് തോന്നുന്നില്ല ചിന്തിക്കുമ്പോൾ. പക്ഷെ മമ്മൂട്ടി ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മീഡിയയിൽ അടുത്ത് നിൽപ്പുകൊണ്ട് ചെറിയൊരു സംസാരം പോലും ആൾക്കാർ അറിയാലോ പിഴിഞ്ഞെടുക്കുന്നവന്മാരാ. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ.